അഭിമാനകരമായ നേട്ടം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഇന്ത്യ അഭിമാനകരമായി നേടിയിട്ടുള്ള സംഭാവനകൾ എന്താണെന്ന് ചോദിച്ചാൽ, പട്ടേലിന്റെ പ്രതിമ ചൂണ്ടിക്കാണിക്കും. കണ്ടോ, അമ്പർ ചുംബിയായി നിൽക്കുന്ന പട്ടേലിന്റെ പ്രതിമ ഞങ്ങളാണ് സ്ഥാപിച്ചത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഈ പ്രതിമ സ്ഥാപിച്ചതെന്ന് പറയുന്നു. അതേപോലെ ഞങ്ങൾ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ ഞങ്ങൾ മിന്നലാക്രമണം നടത്തി. അതിന് ചങ്കൂറ്റമുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതേപോലെ ഞങ്ങൾ രാമജന്മഭൂമിയിൽ ഞങ്ങൾ ക്ഷേത്രത്തിന് വേണ്ടി സ്ഥിര സ്ഥാപിച്ചു. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വർഗീയമായി മതപരമായി ചിന്തിപ്പിക്കുകയും വർഗീയ വിദ്വേഷം വിളമ്പിക്കൊണ്ട് രാജ്യത്തെ വർഗീയമായി ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നിങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് പട്ടേലിന്റെ പ്രതിമ സ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ത്യൻ ജനങ്ങളുടെ പട്ടിണി മാറ്റുവാൻ ഭാരതീയ ജനതാ പാർട്ടികൾക്ക് കഴിഞ്ഞോ? ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോകരാജ്യങ്ങളിൽ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമായി ഇന്ത്യ, പാകിസ്ഥാനും പിന്നിൽ, ബംഗ്ലാദേശിനും പിന്നിൽ, അഫ്ഗാനിസ്ഥാനും പിന്നിൽ ഇന്ത്യ മാറിയെങ്കിൽ അതിന്റെ കാരണം ഈ രാജ്യത്തെ പൗരന്മാരല്ല. ഈ രാജ്യത്തെ നയിക്കാമെന്ന് ഈ രാജ്യത്തെ പൗരന്മാരുടെ പൗരാവകാശം വോട്ടുകളായി നേടിയിട്ട് അധികാരത്തിൽ കയറിയിരുന്ന് ആ അധികാരത്തെ നയിച്ചവരാണ്. നിങ്ങളാണ് ഇതിന് കാരണക്കാരെന്ന് ഇന്ന് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരം വേദികളിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ ആയിരക്കണക്കിന് യുവതീ-യുവാക്കൾ എന്ന് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കൊടിക്കീഴിൽ അണിനിരന്നുകൊണ്ട് രാഷ്ട്രീയമായി സംഘടിച്ചുകൊണ്ട് ജനാധിപത്യ പോരാട്ടത്തിന് വേണ്ടി ഇന്ത്യയിലെമ്പാടും കാഹളം മുഴക്കിക്കൊണ്ട് ഇന്ത്യയുടെ പട്ടണങ്ങൾ, ഇന്ത്യയുടെ തെരുവോരങ്ങൾ, ഇന്ത്യയുടെ ചാളുകളിലും ഇന്ത്യയുടെ റെയിൽവേ പുറമ്പോക്കിലും ഒക്കെ കിടക്കുന്ന അത്തരം ആൾക്കാരെ അഡ്രസ് ചെയ്യുവാൻ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് അംബേദ്കർ പാർട്ടി മാത്രമാണോ? പ്രിയമുള്ളവരെ, അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ ഈ നിലയിൽ രാജ്യത്തെ അഡ്രസ് ചെയ്യുമ്പോൾ രാജ്യത്തെ 130 കോടി ജനങ്ങളെയും അഡ്രസ് ചെയ്യുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി അഡ്രസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളെ മാത്രമാണ്. അതേപോലെ മൃദുഹിന്ദുത്വം പുറത്തെടുത്തുകൊണ്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് അങ്ങനെ ആ നിലയിൽ അതിന്റെ നയങ്ങൾ രൂപീകരിച്ചു പോകുമ്പോൾ അംബേദ്കർ പാർട്ടി പറയുന്നു, ഇന്ത്യയിലെ ഏത് വിഭാഗക്കാരെയും, ഇന്ത്യയിലെ പാവങ്ങളായിക്കോട്ടെ, പണക്കാരായിക്കോട്ടെ, ഇന്ത്യയിലെ കച്ചവടം ചെയ്യുന്നവരായിക്കോട്ടെ, ഇന്ത്യയിലെ പ്രവാസികളായിക്കോട്ടെ, കായലോരത്തും കടലോരത്തും ജീവിക്കുന്ന ജനങ്ങളായിക്കോട്ടെ, കാടിന്റെ മക്കളായിക്കോട്ടെ, ആ അടിസ്ഥാന മേഖലയിൽ പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നവരായിക്കോട്ടെ, മുഴുവൻ ജനങ്ങളെയും അഡ്രസ് ചെയ്തുകൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് ഏതാണ്ട് 14 ബില്ലുകൾ ആ നിലയിൽ ഇന്ത്യൻ പാർലമെന്റിൽ വെച്ചുകൊണ്ട് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി, വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ നിർദ്ദേശങ്ങൾ ബില്ലിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ 14 ബില്ലുകൾ വെക്കുമ്പോൾ ആ 14 ബില്ലിന്റെയും കോപ്പികൾ ഇന്ത്യയിലെ പാർലമെന്റ് അംഗങ്ങൾ 543 പാർലമെന്റ് അംഗങ്ങൾ എംപിക്കും ഇതിന്റെ കോപ്പികൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ ബില്ലൊന്ന് പരിശോധിക്കണം. ഈ ബില്ല് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും പ്രതിച്ഛായ മാറും. ഇന്ത്യയിലെ നീതി ലഭിക്കുന്നവർക്ക് നീതി ലഭിക്കേണ്ടവർക്ക് നീതി ലഭിക്കും. ഇന്ത്യയിലെ അസ്വാതന്ത്ര്യത്തിൽ കഴിയുന്നവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. ഇന്ത്യയിൽ അനീതിയും അക്രമവും അഴിച്ചുവിട്ടുകൊണ്ട് ആ നിലയിൽ ഭീകരമായി വേട്ടയാടുന്ന ഇരകളാക്കപ്പെടുന്നവർക്ക് തുല്യനീതി ലഭിക്കും. അവർക്ക് സാമൂഹ്യ നീതി ലഭിക്കും. ഇന്ത്യ വികസനത്തിന്റെ പാതയിൽ മറ്റു രാജ്യങ്ങളോടൊപ്പം സഞ്ചരിക്കുവാൻ ഇന്ത്യക്ക് മുന്നേറാൻ കഴിയുന്ന ആ നിലയിലുള്ള ബില്ലാണ് പാർലമെന്റിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത്. പക്ഷേ ആ പാർലമെന്റിൽ വെച്ചിരിക്കുന്ന ബില്ലൊന്ന് തുറന്നു നോക്കുവാൻ, അത് ചർച്ച ചെയ്യുവാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിക്കായിക്കോട്ടെ, ഭരണപക്ഷ പാർട്ടികൾക്കായിക്കോട്ടെ ഒരു പാർട്ടികൾക്കും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് താല്പര്യമില്ല. അവർക്ക് താല്പര്യമുള്ളത് രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വരാൻ മാത്രമാണ്. എന്നിട്ട് ജാതീയമായി, വർഗീയമായി, ഭാഷയുടെ അടിസ്ഥാനത്തിൽ, ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കാലത്തും ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാമെന്നുള്ള വ്യാമോഹം മാത്രമാണ് ഇത്തരക്കാർ മനസ്സിൽ വെക്കുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത്, ഇന്ത്യയിൽ ജനാധിപത്യം പുലരണമെങ്കിൽ ജനാധിപത്യത്തിൽ വീണിട്ടുള്ള പുഴുക്കത്തുകൾ മാറണം. ഇന്ത്യൻ ഭരണഘടന ആ നിലയിൽ പരിഷ്കരിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടന കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ആ കൂട്ടിച്ചേർക്കേണ്ടത് അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള മാനവിക മൂല്യങ്ങളെയും മനുഷ്യ അവകാശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്
ഇന്ത്യയുടെ ജനാധിപത്യ ആശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന കുറ്റമറ്റ ഒരു ഭരണഘടന എന്നുള്ള നിലയിൽ മുഴുവൻ ജനങ്ങൾക്കും പുരോഗതി ഉറപ്പുവരുത്തുന്ന, മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമം പരിഹരിക്കുന്ന, മുഴുവൻ ജനങ്ങൾക്കും നീതി ഉറപ്പുവരുത്തുന്ന, മുഴുവൻ ജനങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടനയായി മാറണമെങ്കിൽ, ആ നിലയിൽ പൂർണ്ണത കൈവരിക്കണമെങ്കിൽ തീർച്ചയായും ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ള ആ പോരായ്മകൾ പരിഹരിക്കേണ്ടതുണ്ട്. അതിനാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ ആ നിലയിൽ ഇടപെടുവാൻ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും മഹത്തരമായ ഭരണഘടന എന്നുള്ള നിലയിൽ അത് എക്കാലത്തും നിലനിൽക്കുവാനും ഈ രാജ്യത്തെ 130 കോടി ജനങ്ങൾക്കും ആ ഭരണഘടനയുടെ സംരക്ഷണം ലഭിക്കുവാൻ, ആ ഭരണഘടന വിഭാവന ചെയ്യുന്ന പങ്കാളിത്തം ലഭിക്കുവാൻ, സമ്പത്തിന്റെ പങ്കാളിത്തം ലഭിക്കുവാൻ, വിഭവങ്ങളുടെ പങ്കാളിത്തം ലഭിക്കുവാൻ, അധികാരത്തിന്റെ പങ്കാളിത്തം ലഭിക്കുവാൻ ഇന്ത്യൻ ഭരണഘടന പരിഷ്കരിക്കേണ്ടതുണ്ട്. ആ നിലയിൽ പരിഷ്കരണമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം പറയുന്ന ഏത് പാർട്ടിക്കുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തുന്ന അംബേദ്കർ പാർട്ടി ഉയർത്തുന്ന ഈ ബില്ലിനെ പിന്തുണയ്ക്കുവാൻ ഏതെങ്കിലും പാർട്ടി ആ പാർട്ടിക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ നിലയിൽ ഏതെങ്കിലും പാർട്ടി വരുന്നുണ്ടെങ്കിൽ അവരെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഇന്ത്യയിൽ ജനാധിപത്യം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വിവിധ മതസ്ഥരായിട്ടുള്ള, വിവിധ ജാതികൾ, വിവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുലർത്തുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഏകോദര സഹോദരങ്ങളെ പോലെ കണ്ടുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ദേശീയത ഉയർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യം ഒരൊറ്റ രാജ്യമാണെന്നും ഒറ്റ രാഷ്ട്രമാണെന്നും ആ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് ജാതിമത വ്യത്യാസങ്ങളില്ല എന്നും ആ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വർഗീയ ചിന്തയില്ലെന്നും ഞങ്ങൾ ഒരൊറ്റ ജനതയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ദേശീയതയിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യത്തിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയണമെങ്കിൽ തീർച്ചയായും ജാതികൾ, മതത്തിന്റെ, വർഗത്തിന്റെയൊക്കെ വിദ്വേഷം പടർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ, അതിന്റെ മുദ്രാവാക്യങ്ങൾ, അതിന്റെ സമീപനങ്ങൾ, അത്തരം പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ തടയേണ്ടതുണ്ട്. ഇന്ത്യയിൽ അതിനെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. ആ നിലയിൽ ഉയർന്നു വരുവാൻ ജനാധിപത്യ ബോധമുള്ളവർ, ഇന്ത്യയിലെ യുവാക്കൾ, ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായ ആൾക്കാർ ആ നിലയിൽ മുന്നോട്ട് വരണമെന്നും അംബേദ്കർ പാർട്ടി ഉയർത്തുന്ന ജനാധിപത്യ പോരാട്ടത്തിൽ അംഗങ്ങളായിക്കൊണ്ട് ഈ നിലയിൽ ഈ പാർട്ടിയോട് പിന്തുണയായി ഈ പാർട്ടിയോടൊപ്പം മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെമ്പാടും നടത്തുന്ന ഇത്തരം യോഗങ്ങൾ, ആ യോഗങ്ങളിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അത്തരം യോഗങ്ങളിലൂടെ ഞങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങൾ അത് വളരെ താല്പര്യപൂർവം അത് മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെടുവാൻ തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ജയ് ഭീം.